കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു നിസ്കാരമുറി ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു വിവാദ വിഷയം നടന്നത്. നമുക്കറിയാം, വളരെ ഭംഗിയായി ആ കോളേജും അതിൻ്റെ പരിസരത്തുള്ള മഹല്ല് കമ്മിറ്റിയും അത് വളരെ ഭംഗിയായി ആ ഒരു പ്രശ്നം അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഈ പ്രശ്നം പല ആളുകളും അതൊന്ന് കത്തിച്ച് വിഷയമാക്കാമെന്ന് കരുതിയെങ്കിലും അതിനൊന്നും ഈ കോളേജ് മാനേജ്മെൻറ്റോ നാട്ടുകാരോ സന്നദ്ധ പ്രവർത്തകരോ ഏതെങ്കിലും ഒരു സംഘടനയോ അഥവാ MSF പോലെയുള്ള അല്ലെങ്കിൽ SFI പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അവരെ നയിക്കുന്നവരോ അതിനൊന്നും അനുവദിച്ചില്ല. അത്തരത്തിലേക്കൊന്നും ഇത് കൊണ്ടുപോയില്ല. വളരെ ഭംഗിയായി കോളേജ് പ്രിൻസിപ്പൾ ഒരു വിശദീകരണം വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് നൽകുകയും മാനേജ്മെൻ്റ് എടുത്ത തീരുമാനം അവതരിപ്പിക്കുകയും അത് വളരെ ഭംഗിയായി അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. നമ്മുടെ വിഷയം അതല്ല. ഈ നിസ്കാരമുറി ഇവിടെ ചോദിച്ചതിനെക്കുറിച്ചും അവിടെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും ചിലർ പ്രതികരിക്കുന്ന സമയത്ത് ഇവിടെ അവരുടെ പ്രതികരണത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചു എന്നും ഇങ്ങനെയൊന്ന് നിസ്കാരമുറി ചോദിക്കാമോ എന്നും എന്തുകൊണ്ടാണ് ആ കുട്ടികൾ ചോദിച്ചത് എന്നും ഈ ചോദിച്ച കുട്ടികൾക്ക് ഇവിടെ എന്തോ ഒന്ന് നടത്താനും ഇവിടെ ഒരു വലിയൊരു തീവ്രവാദ പ്രവർത്തനം നടത്താനും അല്ലെങ്കിൽ അതൊരു വലിയ ഒരു ഗൂഢലക്ഷ്യത്തോടുകൂടിയുള്ള ചോദ്യമാണ് എന്നൊക്കെ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ കേട്ടപ്പോൾ അതിലൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. ഇവിടെ നടന്ന സംഭവം ചെറിയ രീതിയിൽ ഇതറിയാത്തവരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം. നമ്മുടെ ആ നിർമ്മല കോളേജിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികളായ ചില കുട്ടികൾ, പെൺകുട്ടികൾ സ്ഥിരമായ ഒരു മുറിയിൽ നിന്ന് അത്യാവശ്യം നിസ്കരിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സമയത്തൊക്കെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും, ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയിൽ അതിൻ്റെ ഭാഗത്തായി സ്ത്രീകൾക്ക് മാത്രം നിസ്കരിക്കുവാനുള്ള ഇടവും അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലെ പള്ളികളിലൊക്കെ യാത്രക്കാരായ സ്ത്രീകൾക്കൊക്കെ നിസ്കരിക്കുവാനും അത്തരത്തിലൊക്കെ ഇപ്പോൾ എല്ലാ പള്ളികളിലും ഏകദേശ പള്ളികളിലും സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം ഒരുക്കുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെ കുടുങ്ങിപ്പോയ ആളുകൾക്കൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഇടം അതുപോലെ ഈ പള്ളിയുടെ പരിസരത്തുമുണ്ട്. അപ്പം സ്വാഭാവികമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു പക്ഷേ നമുക്കറിയാം, മുസ്ലിം പള്ളികളിലൊക്കെ പുരുഷന്മാർ ഒരുപാട് തിങ്ങി നിറഞ്ഞ ഒരവസ്ഥയും മറ്റുമൊക്കെ ആകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെ തിരക്കും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം പെൺകുട്ടികൾ ഈ റെസ്റ്റ് മുറിയിൽ നിന്നോ മറ്റോ കോളേജിലുള്ള ഒരു മുറിയിൽ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇത് സ്ഥിരമായി നിസ്കരിക്കുന്നതാണ്, ആരും അറിയാറില്ല, അത്ര ശ്രദ്ധിക്കപ്പെടാറില്ല. നമ്മുടെ നാടിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരു ഉദാഹരണത്തിന് ഒരു ഹിന്ദു മത വിശ്വാസിയുടെ വീട്ടിൽ നിന്ന് നിസ്കാര സമയമായാൽ ചിലപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കും, അല്ല റൌഫെ, നിനക്ക് നിസ്കരിക്കാനായില്ലേ, നീ ഇവിടെ നിസ്കരിച്ചിട്ട് ഇറങ്ങാം നമുക്ക് എന്നൊക്കെയുള്ള രീതിയിൽ അവർ നിസ്കാരത്തിന് സ്ഥലം അനുവദിക്കുകയും അവരിങ്ങോട്ട് പറഞ്ഞത് ചെയ്യിപ്പിച്ച് യാത്രയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ കരുതി പലപ്പോഴും അവിടുന്ന് തന്നെ നിസ്കരിക്കുകയും അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയും അത്തരത്തിലുള്ള ഒരു ബന്ധവുമാണ് നമ്മുടെ കേരളത്തിലൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ആരും അറിയാത്ത രീതിയിൽ അങ്ങനെ നിസ്കരിച്ചു പോവുകയായിരുന്നു. ഇത് സ്കൂളിലുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കാണുകയും അത് പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ അതൊരു വിഷയമായി കൊണ്ടുവന്ന് ആ സംവിധാനം ഇവിടെ പറ്റില്ലെന്ന് കുട്ടികളെ ധരിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ കുട്ടികളോട് ഇത് നിർത്തണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ പിന്നീട് ഒരു റിക്വസ്റ്റായി തന്നെ പ്രിൻസിപ്പളോട് പോയി, ഞങ്ങൾക്കൊരു നിസ്കാരമുറി തരുമോ, ഒരു നിസ്കരിക്കാനിടം ഞങ്ങൾക്ക് സജ്ജീകരിച്ച് തരുമോ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ നിസ്കാരത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അവതരിപ്പിച്ചു. അത് എഴുതിയും അങ്ങനെ കിട്ടുകയാണെങ്കിൽ നന്നാവുമല്ലോ എന്ന ഒരു കാര്യത്തിൽ എഴുതിയും അത് പ്രിൻസിപ്പൾക്ക് കൊടുത്തു. പ്രിൻസിപ്പൾ ഇത് നിരാകരിച്ചതോടുകൂടി കുട്ടികൾ പുറത്തു നിന്ന്, അങ്ങനെയാണല്ലോ ഒരു മതവിഷയമാവുമ്പോൾ സംഘടനയുടെ കൊടിയൊന്നും പിടിച്ചില്ലെങ്കിലും അത്തരത്തിലൊന്നും അല്ലെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി MSFലും SFയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാം ഒരു വിവാദമാക്കാം അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടാക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗം എല്ലാ സംഘടനയിലും കുട്ടികൾക്കിടയിലും ഉണ്ടല്ലോ. അപ്പോൾ അവർ കുറച്ച് പ്രകടനമൊക്കെ നടത്തി
ഒരു വിഷയമായി അത് പുറം ലോകം അറിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ അതിനുശേഷം മാനേജ്മെൻറ്റ് മീറ്റിംഗ് ചേർന്ന് ഇത്രയും കാലം നടന്നുപോയ വിഷയം അതുപോലെ തന്നെ നടത്തുവാനും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രത്യേകം അനുവദിക്കേണ്ടതില്ലെന്നും ഈ കോളേജിൻ്റെ പാരമ്പര്യം നിലനിർത്താമെന്നും, ഏത് മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു മുറി അനുവദിക്കുകയില്ല എന്ന് പോലുമല്ല ഈ പ്രിൻസിപ്പിള് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ആ കമ്മിറ്റി തീരുമാനിച്ചത്. പ്രത്യേക മതവിഭാഗത്തിന് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ അവർക്ക് ആരാധന ചെയ്യുവാൻ ഒരു മുറി അനുവദിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതുവരെ നടന്നു വന്ന കാര്യം തുടരാൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. അത്തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള, അവിടെ ഇവിടെയും എവിടെയും സ്പർശിക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ വേദനിപ്പിക്കാതെ നല്ല രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പൽ അച്ഛൻ ഈ കാര്യം അവതരിപ്പിച്ചത്. അത്രയും ഭംഗിയായി ഇവർ തീർത്തു. അപ്പം എന്നിട്ട് പോലും കുട്ടികൾ ഇങ്ങനെ, അപ്പം മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെ, യൂട്യൂബേഴ്സ് പോലെയുള്ള ചില വലിയ വലിയ വിധയികളുടെ സമ്മേളനത്തിലൊക്കെ, കേരളത്തിലെ വലിയ സമ്മേളനങ്ങളൊക്കെ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ച ചില ചാനലുകാരുണ്ട്. അവരൊക്കെ വന്ന് വലിയ അഭിപ്രായം പറഞ്ഞ് എന്തോ ഒരു സംഗതി, എന്തോ ഒരു തെറ്റ് കുട്ടികൾ ചെയ്തു എന്ന രീതിയിൽ കേട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി. ആദ്യം ഇത് ഭംഗിയായി അവസാനിപ്പിച്ച നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ വാർത്താ സമ്മേളനം കേട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. മതമൂല്യവും അതോടൊപ്പം തന്നെ മതേതരത്വ മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഒക്കെ ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസാണ് നിർമ്മല. കഴിഞ്ഞ ജൂലൈ 26 വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. കഴിഞ്ഞ 71 വർഷമായിട്ട് ഈ കോളേജ് പുലർത്തി പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ്. അത് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. നിർമ്മല കോളേജ് ഈ കലാലയത്തിൽ ഇത് നാളിതുവരെ പൊതുസമൂഹം ഇതിനെ പിന്തുണയ്ക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനിടയാക്കുന്നത് ഈ നിലപാടാണ് എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യമായ സ്പർദ്ധ വളർത്താൻ ഇടയാക്കരുത് എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് കോളേജിൻ്റെ 71 വർഷത്തെ പാരമ്പര്യം തുടരാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് എന്ന് വളരെ ഭംഗിയായി നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ വിശദീകരിക്കുകയുണ്ടായി. ഇനി നമുക്കറിയാം, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരു മുസ്ലിമിനും നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കാരം മുടക്കി വെച്ചുകൊണ്ട് ഒരു പഠനമോ ഒരു ജോലിയോ ഒരു മറ്റ് വിഷയങ്ങളോ ഒന്നും തന്നെ മുസ്ലിമിന് നടത്താൻ പാടുള്ളതല്ല. നിസ്കരിക്കുക എന്നുള്ള കൃത്യസമയത്ത് മുസ്ലിം 5 നേരം നിസ്കരിക്കൽ നിർബന്ധമാണ്. അഥവാ അദ്ദേഹം രോഗിയാണെങ്കിലും, അദ്ദേഹത്തിന് മറ്റ് വിഷയങ്ങൾ, അപകടങ്ങൾ സംഭവിച്ച് പരിക്ക് പറ്റിയെങ്കിലും, എന്ത് തന്നെ അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നതെങ്കിലും, നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്നു കൊണ്ട്, ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കിടന്നുകൊണ്ട്, ഏതവസ്ഥയിലും കണ്ണുകൊണ്ടെങ്കിലും, നമ്മൾ മലർന്ന് കിടക്കുകയാണെങ്കിൽ കണ്ണുകൊണ്ടെങ്കിലും സമയത്തിന് നിസ്കരിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണെന്നിരിക്കെ, ഈ കുട്ടികൾ ഇവിടെ ചോദിച്ച ഒരു നിസ്കാരമുറി ഞങ്ങൾക്ക് തരപ്പെടുത്തി തരുമോ എന്ന് മാന്യമായി ചോദിച്ച ഈ കുട്ടികളെ, അത് വലിയ ഒരു ഹറാം പറപ്പാണ് ആ കുട്ടികൾ ചെയ്തത് എന്ന് നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബർ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. സത്യത്തിൽ ഈ നിർമ്മല കോളേജിൽ ആവശ്യപ്പെട്ടതും അതിനകത്ത് നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ടായതും യാതൊരുവിധമായ മതത്തിൻ്റെ താല്പര്യമോ ആവശ്യമോ ഒന്നുമല്ല. അത് ശുദ്ധമായ ഹറാം പറപ്പിൻ്റെയും തോന്നിയാസത്തിൻ്റെയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്തൊക്കെയോ താല്പര്യങ്ങളുടെ പേരിൽ രൂപം കൊണ്ടതാണ്. അതൊരിക്കലും നിർമ്മല കോളേജ് അനുവദിക്കാനേ പാടില്ല. വളരെ കർശനമായി അതിൽ നിലപാടെടുക്കുക തന്നെ വേണം. ഒപ്പം ഈ മുസ്ലിം സംഘടനകളുടെ നേതാക്കളും ഇത്തരം തോന്നിയാസങ്ങൾ നടത്തുന്നവരെ തള്ളിപ്പറയുകയും ഒറ്റപ്പെടുത്തുകയും വേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഈ നമ്മുടെ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ്
കരിപ്പൂരിൽ നടന്ന ഒരു മുജാഹിദ് സമ്മേളനത്തിൻ്റെ സ്റ്റേജിലൊക്കെ പ്രസംഗിച്ച വലിയ ഒരു പുത്തൻവാദി നേതാവാണ് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ യൂട്യൂബർ. ഇദ്ദേഹം പറയുന്നത് കുട്ടികൾ ഇവിടെ ചെയ്തത് വലിയൊരു ഹറാം പറപ്പാണ് പോലും. എന്ത്, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു മുറി തരുമോ എന്ന് ചോദിച്ചത്, അതല്ലെങ്കിൽ ഒരു എഴുതി ചോദിച്ചത്, അതൊരു വലിയ ഹറാം പറപ്പാണ്, ഭയങ്കര സംഭവമായി പോയി, ഇങ്ങനൊരു സംഗതി ഇസ്ലാമിൽ തന്നെ ഇല്ല എന്നൊക്കെ രീതിയിലുള്ള. ഓ അനിൽ മുഹമ്മദെ, നിങ്ങൾക്ക് മതമറിയാമോ? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരു മുസ്ലിമിനും നിസ്കരിക്കണമെങ്കിൽ അത് നിർബന്ധമാണെങ്കിൽ നിസ്കാരത്തിനൊരു മുറി ചോദിക്കുന്നത് എന്ത് ഹറാം പറപ്പാണ്? നമുക്കറിയാം, നമ്മളിവിടെ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയനുസരിച്ച് ഈ ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ പലപ്പോഴും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു രീതിയിൽ തീവ്രവാദമൊക്കെ ആരോപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ പ്രസ്ഥാനത്തെ വളർത്തുവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കായി ഒരു അവസരം ഒരുക്കി കൊടുക്കരുത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു ഇറച്ചി കഷ്ണം നമ്മളായി ഇട്ട് കൊടുക്കരുത്. അത് കാരണം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്, അതോ ഇതൊരു വലിയ സംഭവമാണ്, നിസ്കാരത്തിന് ഒരു മുറി ചോദിച്ചത് പിന്നെ വലിയ ഹറാം പറപ്പായി പോയി എന്ന രീതിയിൽ. ഞാൻ ചോദിക്കുന്നു, ഇവിടെ RSSകാരെയോ മറ്റോ ഭയന്നുകൊണ്ട് ആരെങ്കിലും ഒക്കെ പേടിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊട്ടെ എന്ന് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടോ? നമ്മൾ ഇതിനൊന്നും അവസരം ഉണ്ടാക്കാൻ പാടില്ല. അനാവശ്യമായി ആവശ്യത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ മതത്തിൻ്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന വിഷയത്തിലും നമുക്കൊന്ന് നിസ്കരിക്കാനുള്ളൊരു മുറി ചോദിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മളെന്തിനാണ് അനാവശ്യമായി മറ്റുള്ളവരെ ഭയപ്പെടുകയും പേടിക്കുകയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലാവസ്ഥ ഇവിടെ ഇന്ത്യയിലുണ്ടോ? എന്താണ് യൂട്യൂബർ ഇവിടെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് അദ്ദേഹം ഇതിന് ഇസ്ലാമിൻ്റെ നിയമം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പ്രത്യേക നിയമം, ഇദ്ദേഹത്തിന് തോന്നുന്നത് പോലെ ഒരു നിയമമൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ പറയുന്നത് ഒരു ക്ലിപ്പുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. സമീപത്ത് വീടുകളുണ്ട്. ഇനി അത് മാത്രമല്ല, ഇസ്ലാം മത വിശ്വാസപ്രകാരം അങ്ങനെ നിസ്കരിക്കുന്നതിന് ഒരുപാട് ഇളവുകളും വ്യവസ്ഥകളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. 2 നേരത്തെ നിസ്കാരം ചേർത്ത് നിസ്കരിക്കുന്നതിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ ധാരാളം ഇളവുകളുണ്ട്. അതിൽ കുറേ പുതിയ മാമൂലുകാർ അത് 145 കിലോമീറ്റർ ആയിരിക്കണം, അത് 80 മാറ് 30 അടി 25 മുഴം 24 കഴുക്കോൽ എന്നൊക്കെ പറയുന്ന ന്യായങ്ങളൊക്കെയും അത് അവർ കൊണ്ട് കടന്നോട്ടെ. നിസ്കരിക്കേണ്ട ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് പ്രതിവിധിയും പരിഹാരവും മുൻപും പിൻപുമൊക്കെ ഒരുമിച്ച് നിസ്കരിക്കാനും ചേർത്ത് നിസ്കരിക്കാനും എല്ലാ സംഗതിയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ അനിൽ മുഹമ്മദ് പറയുന്നത്. അപ്പുറത്ത് വീടുകളുണ്ട്, നിസ്കരിക്കാൻ സൗകര്യങ്ങളുണ്ട്. ഇനി അതൊന്നുമല്ലെങ്കിൽ നിസ്കാരം ചുരുക്കിയും പിന്തിച്ചും മുന്തിച്ചൊക്കെ നിസ്കരിക്കുന്ന ജംഉം കസ്റും എന്ന് പറയുന്ന സംവിധാനം അതൊക്കെ ഇസ്ലാമിലുണ്ട്. അതിന് ചില ആളുകൾ 145 കിലോമീറ്റർ വേണം, അത്ര മുഴം വേണം, ഇത്ര വേണം എന്നൊക്കെ അതിനെ കളിയാക്കുകയാണ്. ദൂരത്തിൻ്റെ ഒരു പരിധി യാത്രയിൽ അനുവദിക്കപ്പെട്ട ഒരു സംഗതിയാണിത്. യാത്രക്കാർക്ക് ദൂരയാത്രകൾ, അതായത് ദൂരം ഏകദേശം ഒരു അടുത്ത് യാത്ര ചെയ്യുമ്പോൾ പോലും അനുവദിക്കാത്ത ഇസ്ലാമിൻ്റെ ഈ നിയമത്തെ കളിയാക്കിക്കൊണ്ട്, ദൂരയാത്രക്കാരന് മാത്രം അനുവദിച്ച ഒരു നിയമത്തെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു സന്ദർഭങ്ങളിൽ മാത്രം അനുവദിച്ച ഒരു നിയമത്തെ സ്കൂളിൽ നിന്ന് നിസ്കാരമുറി ചോദിച്ചതിന്, അല്ലെങ്കിൽ അപ്പുറത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ സൗകര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ നിസ്കരിക്കാതെ ജമ്മും കസ്റുമാക്കാമെന്ന പുതിയ ഒരു നിയമം ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരികയാണ്. ഇദ്ദേഹം അങ്ങ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പുത്തൻവാദിയുടെ മുജാഹിദികളുടെ സ്റ്റേജിൽ ഈ കഴിഞ്ഞ മാസങ്ങൾക്കപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന്. പുത്തൻവാദികൾക്ക് ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയൊക്കെ അതാത് സമയത്ത് മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്ന ഒരു വിഭാഗമാണ്. ഇന്നൊന്ന്, നാളെ ഒന്ന്, മറ്റന്നാൾ വേറെ ഒന്ന്, ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ ഇവർക്ക് പറ്റും. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അങ്ങനെ മാറ്റിമറിക്കാൻ പറ്റില്ല അനിൽ മുഹമ്മദ്. അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ, ദൂരപരിധി ഉണ്ടെങ്കിൽ, യാത്രയിൽ മാത്രമാണ് അനുവദിച്ചെങ്കിൽ അങ്ങനെ തന്നെ മാത്രമേ അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെടുകയുള്ളൂ. നമുക്കറിയാം, നിസ്കാരം ഖദാ ആയി പോയാൽ വലിയ ശിക്ഷയുണ്ട്. ചുരുങ്ങിയ ഒരു ചെറിയ ഒരു സംഭവം എന്നല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ നിസ്കാരം പരമാവധി ഖദാ ആയി പോകാതെ നിസ്കരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. സമയത്ത് നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലാവുമ്പോൾ അതെങ്ങനെയെങ്കിലും ഖദാ ആക്കി കളയാം. എന്നാൽ പിന്നെ ഖദാ ആയി പോകേണ്ട അവസ്ഥ തന്നെ ഇല്ലല്ലോ. എപ്പോഴും അങ്ങ് ജമ്മും കസ്റും ആക്കിയാൽ പോരെ.
ജം ആക്കുകയോ കസറാക്കുകയോ ഒക്കെ ചെയ്താൽ പോരെ, എന്തിനാണ് കള ആക്കുന്നത്? അപ്പം നിസ്കാരം സമയത്ത് തന്നെ നിസ്കരിക്കണം. നമുക്ക് തോന്നുന്ന പോലെ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടെന്ന് വെച്ച് അതിൻ്റെ നിബന്ധനകൾ പാലിക്കാതെ ഏതെങ്കിലും സമയത്ത് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് അനിൽ മുഹമ്മദ് മനസ്സിലാക്കുകയോ നിങ്ങൾക്കറിയാത്ത ഒരു വിഷയം സമൂഹത്തോട് ഇത്തരത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് പറയുകയോ പാടില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ സുബഹി നിസ്കാരം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കറിയാം 2 റക്അത്താണ്. ഒരാൾ ഉദ്ദേശിക്കുന്നു ഇസ്ലാമിന്റെ നിയമപ്രകാരം സുബഹി 2 റക്അത്താണെങ്കിൽ അള്ളാഹു നിയമിച്ചത് അത് നമ്മളോട് 2 റക്അത്ത് നിസ്കരിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഒരാൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വുളുവൊക്കെ എടുത്ത് എനിക്ക് സുബഹി ഒരു 4 റക്അത്ത് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ പറ്റില്ല, അത് പാടില്ല, ഹറാമാണ്. സുബഹി എന്ന് പറയുന്ന നിസ്കാരം 2 മാത്രമേ ഉള്ളൂ, അത് 2 പാടുള്ളൂ. മുമ്പ് വേണമെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. പക്ഷെ സുബഹി നിസ്കാരം 4 നിസ്കരിച്ചുകൂടാ, 3 നിസ്കരിച്ചുകൂടാ, 5 നിസ്കരിച്ചുകൂടാ. അദ്ദേഹത്തിന് വലിയ ഭക്തിയായെന്ന് വെച്ച് ഒരുപക്ഷെ ളുഹർ 2 നിസ്കരിച്ചുകൂടാ, ളുഹർ 4 തന്നെ നിസ്കരിക്കണം. എന്നാൽ അത്തരത്തിൽ ളുഹർ 2 റക്അത്തായി നിസ്കരിക്കാൻ പറ്റുന്ന ചില നിയമങ്ങളുള്ള അവസരങ്ങളുണ്ട്. അതിന് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചിലപ്പോൾ പറ്റുന്നത് എല്ലാ സമയത്തും അതങ്ങ് പറ്റുമെന്ന് ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ നിയമത്തെ മാറ്റിമറിക്കുവാനോ ആരും തന്നെ തയ്യാറാവരുത്. അത്തരത്തിൽ ഇനിയെങ്കിലും ചാനലിന് വിഷയം കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒന്നും ഇനി ചെയ്യരുതെന്ന് വിനീതപൂർവമായി ഇത്തരത്തിൽ പറയുന്ന ആളുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.